സ്നേഹമുള്ളവരെ, പുളങ്ങുന്ന വലിയ പള്ളിയിൽ ധനഹ തിരുനാൾ ആഘോഷം ഇടവകയുടെ രണ്ടാമത്തെ വലിയ ആഘോഷമാണ്. ഇടവക തിരുനാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തിരുനാൾ ആഘോഷം. അത് കഴിഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന തിരുനാളാണ് രാക്കുളി പെരുന്നാൾ എന്നറിയപ്പെടുന്ന ധനഹ തിരുനാൾ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുർബാന ആഘോഷമാണ്. അതോടൊപ്പം ദീപാലങ്കാര ശുശ്രൂഷയും പിന്നീട് കിഴക്കേത്തല പള്ളിയിലേക്കും ഗവേന്ദ പള്ളിയിലേക്കും 2 ദിവസമായുള്ള പ്രദക്ഷിണവുമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകതകൾ. രാക്കുളി പെരുന്നാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ തിരുനാൾ പണ്ട് പുരാതനമായി പള്ളിയുടെ വാതിൽക്കിലൂടെ മുൻപിലൂടെ ഒഴുകുന്ന പുഴയിലിറങ്ങി കുളിച്ച് ഈശോയുടെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിക്കുന്ന ശുശ്രൂഷകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചെറിയ രീതിയിൽ മാത്രമാണ് നടത്തപ്പെടുന്നതെങ്കിലും ദീപാലങ്കാര ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് ഇവിടെ ആചരിക്കപ്പെടുന്നുണ്ട്. ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് തെളിയിക്കുന്ന ആഘോഷങ്ങൾ വഴിവീഥികൾ മുഴുവന് ഇരുവശവും നല്ല രീതിയിൽ ഇല്ലുമിനേഷൻ നടത്തി ഭംഗിയാക്കുകയും പ്രദക്ഷിണ വഴികളിലെ പ്രാർത്ഥനാപൂർവ്വം പോവുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഇവിടെയുള്ളത്. ഇടവകയിലെ പുണ്യാള ഇത് നമ്മുടെ ദിവസ നിറയണ വിരുന്നാര ഒരു പൊരിക്കണ വിരുന്ന പൊടിക്കണതിന് ഇവിടാര ഇടുക്കട കരി വരുന്ന മിശിഹായുടെ പരസ്യ ജീവിതം, ഈ കാര്യങ്ങളാണ് പ്രധാനമായും നാം ധ്യാന വിഷയമാക്കുന്നത്. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ധനഹാകാലത്തിൻ്റെ ചൈതന്യത്തിൽ, നാം സ്വീകരിച്ച മാമോദിസായുടെ ചൈതന്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. മാറിലെ അമ്പാൽ നീയായി സാക്ഷ്യം, മാറില്ല ഞങ്ങൾക്ക് ഈ വിശ്വാസം. നാം സ്വീകരിച്ച മാമോദീസായുടെ ചൈതന്യം കാത്തു സൂക്ഷിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ധനഹ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇടവകയിലെ പുണ്യാള ഇത് നമ്മുടെ ദിവസ വെള്ളിക്കുരിശും മുത്തുക്കൂട ചാർത്തും പരിവാരക്കാരായി എന്തോരാളും പോരെ. ഒരു നേരം കുരിശങ്ങാടി താഴെലടിഞ്ഞും വഴിപാടായി പൊന്നിൻ നമ്പും തന്നോളാം. സീറോ മലബാർ സഭയുടെ തിരുനാളുകളിൽ ഏറെ സാംസ്കാരിക അനുരൂപണം വന്നിട്ടുള്ള തിരുനാളാണ് ധനഹ തിരുനാൾ. പള്ളി അങ്കണവും ഭവനങ്ങളുടെ അങ്കണവുമെല്ലാം വാഴപ്പിണ്ടിയിൽ മൺചിറാത് വെച്ച് ദീപം തെളിച്ച് ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വിളിച്ചോതുന്ന ആഘോഷങ്ങൾ ധനഹായുടെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെയും ചെണ്ടത്താളം ഇനി മുറുകും തോറും മുറിയുന്നില്ലേ എന്തോരാനന്ദം. ചുടുചൂടൻ പൂരം പോലെ പെരുപെരുന്നാളല്ലേ പോലെ ഇനി അതിലെ ഇതിലെ ഒഴുകും സ്നേഹം കണ്ടോരാരും മിണ്ടാണ്ടായേ. ധനഹ തിരുനാളിൽ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈശോയ്ക്ക് സ്വർഗം നൽകുന്ന വലിയ സാക്ഷ്യമാണ്. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്,
ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് സ്വർഗം ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നു. സ്നാപക യോഹന്നാൻ പിന്നീട് ഈശോയ്ക്ക് വലിയ സാക്ഷ്യം നൽകുന്നു. ദനഹായുടെ പശ്ചാത്തലത്തിൽ മാമോദീസായിൽ നമുക്ക് ലഭിക്കുന്ന ദൗത്യം വീണ്ടും സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ദൗത്യമാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ പ്രിയ പുത്രനും പുത്രിയുമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് ഈശോയോട് സ്വർഗം പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയതുപോലെ നമ്മെ ഓരോരുത്തരെയും, ഓരോ ക്രൈസ്തവനെയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആത്മബന്ധത്തിലേക്കും ക്രൈസ്തവ സാക്ഷ്യത്തിലേക്കും വളരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദനഹാ തിരുനാൾ ആശംസകൾ.